ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്രെഡും അതുപോലെ തന്നെ ഇച്ചിരി ജാമും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്സ് നമുക്ക് 4 മണിക്കായിട്ട് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 10 പീസ് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ അത് കട്ടാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഇതുപോലെ മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ ബ്രെഡും ജാമും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എന്തെന്നറിയാം, മധുരമാണ്. അപ്പോൾ ഇതുപോലെ ഞാനിതാ ജാം എടുത്തിട്ടുണ്ട്. ജാമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവറിലുള്ളത് എടുക്കുക. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് ഞാനൊരു പാത്രത്തിൽ എടുത്തതിന് ശേഷം നല്ലപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. നല്ലപോലെ കണ്ടില്ലേ, അതിരുന്ന് ആ കട്ടി അത്ര ഇല്ലല്ലോ ഇപ്പോൾ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് പൊട്ടിച്ച് ഇച്ചിരി ഒഴിക്കാൻ നോക്കിയതാണ്. പക്ഷേ പണി പാളിപ്പോയി. അതിൻ്റെ ഇടയിൽ കൂടെ വീണില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഫുള്ളങ്ങ് പൊട്ടിച്ച് ഓപ്പൺ ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ അത് വീഴുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഫുള്ളങ്ങ് പൊട്ടിച്ചെടുക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി മതി, ഒരുപാടൊന്നും വേണ്ട. ഒത്തിരി മധുരം വേണ്ടല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി എടുത്ത് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് അതിലേക്കൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ബ്രെഡിൻ്റെ പീസ് എടുത്ത് അതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അമർത്തി കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കണ്ടല്ലോ, ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കശുവണ്ടി ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഞുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസായിട്ട്. അത് കശുവണ്ടിയോ ബദാമോ പിസ്ത എന്താണോ അവരവരുടെ ഇഷ്ടത്തിന് ഉള്ളതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ കശുവണ്ടി എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നമുക്കിതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ. ഇനി നമുക്കിതെടുത്തിട്ട് ആ ജാമിലേക്കൊന്ന് ഇതുപോലെ ആ സൈഡൊക്കെ ഒന്ന് കണ്ടല്ലോ, ഈ സൈഡ് കണ്ടോ, ഇതുപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് എടുക്കുമ്പോൾ ഇതിൽ നല്ലപോലെ ആ ജാമൊക്കെ ഒന്ന് അതിനായിട്ട് അതൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ലൂസാക്കിയത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ. ഒത്തിരി വേണ്ട അതിന് വേണ്ടിയിട്ട്. ഒരുപാട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഒത്തിരി മധുരമായാലും ഭയങ്കര മധുരമല്ല എല്ലാം കൂടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിവിടെ നമ്മൾ വീട്ടിൽ തന്നെ ചിരകി വെച്ചിരുന്ന തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പച്ചത്തേങ്ങ ചിലർക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഇഷ്ടം. ഇതിപ്പോൾ ഉടനെ കഴിക്കുന്നുണ്ടോ ഞാനിങ്ങനെ എടുക്കുന്നത്. അതല്ലെന്നുള്ളവർക്ക് ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ തേങ്ങയുടെ പൊടി ഇങ്ങനെ കിട്ടുമല്ലോ, അത് മേടിച്ചായാലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് മാത്രമല്ല, വീട്ടിൽ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഉടനെ കഴിക്കുന്നതിനാ വെറുതെ അത് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അഥവാ ഇത് വലിയ തേങ്ങാപ്പീര വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഒന്ന് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ചുമ്മാതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. ഒരുപാട് ഇതായിട്ട് തോന്നുന്നു. പക്ഷേ എനിക്കിങ്ങനെ കഴിക്കുന്ന ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ ഒരെണ്ണം കൂടെ ഞാനിതുപോലെ ഒന്ന് പുരട്ടി അത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് എളുപ്പമായിട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് സ്റ്റവൊന്നും കത്തിക്കേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡും ജാമും വീട്ടിൽ പൊതുവിലിപ്പോൾ എല്ലാ വീടുകളിലും ഇത് കാണും എന്നാണ് എൻ്റെ ഒരു ഇത്. എന്ന് വെച്ചാൽ മക്കളൊക്കെ വൈകിട്ട് വരുന്നവരൊക്കെ ഇങ്ങനെയുള്ളത് മേടിച്ച് വെച്ചല്ലേ മക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും കാണും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താലും. കുഞ്ഞുമക്കളല്ല, മധുരം ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് പ്രിയപ്പെട്ടതാവും. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല ടേസ്റ്റാണ്. ആ മിൽക്ക് മെയ്ഡിൻ്റെ ആ മധുരവും ആ മണവും എന്തോ പറയാനാ എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. ബൈ.